അപ്പോൾ നമുക്കറിയാം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് എന്താ പറയുക, നമ്മൾ ഇതുവരെ സിനിമയിലൊന്നും കണ്ടിട്ടില്ലാത്ത പല നടിമാരും വന്നിട്ട് ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലിപ്പോൾ എടുത്തു പറയേണ്ട ഒരാളാണ് രേവതി സമ്പത്ത്. ആ ഒരു പെൺകുട്ടി സിദ്ദിഖിനെതിരെയാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് അവർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവരൊരു കഥ അങ്ങ് പറയാണ്. 2013 ഈ ഒരു സംഭവം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരൊരു സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഏതോ ഒരു ചെറിയ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലൊക്കേഷനിൽ പോകുന്നു. അവിടെ വെച്ചിട്ട് ഇവർ ഡ്രസ്സ് മാറിയിട്ട് ആ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് ഡ്രസ്സ് മാറി ബാത്റൂമിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ആ സിനിമയിൽ തന്നെ നായകനാണ്. അപ്പോൾ നായകൻ തന്നെ ഇവരെ കടന്നു പിടിക്കുകയും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഉടനെ തന്നെ അതിനെതിരെ പ്രതികരിച്ചപ്പോഴത്തേക്കും പിന്നെ ആ ഒരു ലൊക്കേഷനിലുള്ള എല്ലാവരും അത് അറിഞ്ഞു. പിന്നെ ആ ഒരു നടൻ ഇവരുടെ അടുത്ത് സോറി പറഞ്ഞു. പിന്നീട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇപ്പം ഇവരും വന്നിരിക്കുകയാണ് രംഗത്തേക്ക്. എന്നെയും ഒരു യുവനടൻ 2013 കയറി പിടിച്ചു, അതായത് ഒരു ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് ഇവരും വന്നിരുന്നിട്ട് പല മീഡിയകളിലൂടെയും വന്നിരുന്നിട്ട് ഇവരും പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ പേര് പറയാൻ ഇവർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് പേര് പറയുന്നില്ല? അപ്പോൾ ഇവരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു നടന്റെ പേര് പറയുക. ഇപ്പൊ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് സിദ്ദിഖ് ആ കുട്ടിയെ എങ്ങനെയാണ് അഫ്യൂസ് ചെയ്തതെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾക്കെതിരെ ബംഗാളിൽ നിന്ന് വന്ന ഒരു നടിയും അവർക്കുണ്ടായ അനുഭവങ്ങൾ പേരുൾപ്പെടെ അവർ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവർക്കുണ്ടായ അനുഭവം 2013 ഉണ്ടായത്. ആ ഒരു സംഭവം ആ ഒരു നടൻ അയാളുടെ തെറ്റ് മനസ്സിലാക്കി ഇവരുടെ അടുത്ത് സോറി പറഞ്ഞിരുന്നു, ആ ഒരു പ്രശ്നം പരിഹരിച്ചിരുന്നു. എന്നിട്ട് ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും ഇവരും വന്നിരിക്കുകയാണ് രംഗത്തേക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഒരു അവസരവും മുതലെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് 4 ആൾക്കാരെ അറിയാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. അതായത് മീഡിയയിൽ വന്നിരുന്നിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് നടിമാർക്ക് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ സിനിമാ മേഖലയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ എന്നാലും ഇതിപ്പോ ഈ ഒരു സ്ത്രീ, ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന അവര് വന്നിരുന്ന് മീഡിയയിൽ വന്നിരുന്നിട്ട് വലിയ വായിലങ്ങ് പറയുക. എന്നിട്ട് മീഡിയക്കാർ ചോദിക്കുന്നത് എന്നാ നടന്റെ പേര് പറയും. അതവർ പറയത്തില്ല. അവർ പറയുന്നത് ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ ആ നടന്റെ കുടുംബത്തെ ഓർത്തിട്ട് ഞാൻ ആ നടന്റെ പേര് പറയുന്നില്ല. അത് തന്നെയല്ല, എന്നോട് പുള്ളി അങ്ങനെ ഒരു എന്താ പറയുക, എന്നെ കയറി പിടിച്ചു. അപ്പൊ അത് ഞാൻ അപ്പം തന്നെ അതിന് പ്രതികരിച്ചപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് സോറി പറഞ്ഞിരുന്നു, മാപ്പൊക്കെ പറഞ്ഞിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ഇത് വന്നിട്ട് തുറന്നു പറയേണ്ട കാര്യമില്ല. കാരണം ആ ഒരു നടൻ അവരുടെ അടുത്ത് അങ്ങനെ പെരുമാറിയപ്പോഴത്തേക്കിനും അതിന് ഇവരെ എതിർത്തപ്പോൾ ആ ഒരു നടൻ മാപ്പ് പറഞ്ഞിരുന്നു, എല്ലാം ചെയ്തു. ഇപ്പൊ അവര് നല്ല ഫ്രണ്ട്സ് ആണെന്നും പറയുന്നു. എന്നിട്ടും പിന്നെ എന്തിനാണ് ഇപ്പൊ ഇവര് വന്നിരുന്നിട്ട് ഇരുന്ന് പറയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അതിന്റെ ആവശ്യമില്ല എന്ന്. അപ്പൊ ഇങ്ങനെയുള്ളവരെ ദയവ് ചെയ്ത് ഈ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചാനലിൽ കൊണ്ടേയിരുത്തി അവരുടെ വായിരിക്കുന്നത് ഇങ്ങനെ കുറെ ഇങ്ങനെ കിടന്നുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം ഇതിന് അർഹതപ്പെട്ടവരുണ്ട്. ഇപ്പൊ ഈ രേവതി സമ്പത്ത് പറയുന്ന ആ ഒരു പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് എന്തൊക്കെ നടന്നു എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. സിദ്ദിഖിന്റെ പേരുൾപ്പെടെ പറഞ്ഞു ഏതൊക്കെ രീതിയിൽ ആ കുട്ടിക്ക് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സ്ത്രീ, ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് നടനിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്നുള്ളത് അവർ സത്യസന്ധമായിട്ട് തുറന്നു പറയണം. ഇതവർ ആ നടന്റെ പേരും പറയുന്നില്ല. എനിക്ക് ആ ഒരു നടന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഞാനത് പ്രതികരിച്ചപ്പോഴത്തേക്കിനും ആ നടൻ മാപ്പ് പറഞ്ഞു, ഇതെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ആ നടന്റെ പേര് പറയുന്നില്ല. എന്നിട്ട് ഇപ്പൊ അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അത് ഞങ്ങൾ ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് ഞാൻ ആ നടന്റെ പേര് പറയുന്നില്ലെന്ന്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളവരെ ചാനലിൽ കൊണ്ടുപോയിരുത്തി വിസ്തരിക്കാൻ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇതിലൊന്നും സത്യസന്ധത ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇവർക്ക് ആ ഒരു നടന്റെ പേര് പറയാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ ആ ഒരു നടൻ ആ ഒരു സമയത്ത് ഇവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നെന്തിനാണ് ഈ ഒരു അവസരത്തിൽ ഇത് വന്നിരുന്ന് പറയുന്നത്? അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കി ഒന്ന് ഫേമസ് ആകുക, അല്ലെങ്കിൽ 4 ആൾക്കാരെ അറിയുക, അതിന് വേണ്ടിയിട്ട് മാത്രം ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ദയവ് ഇത് അങ്ങനെയുള്ളവരെ ഈ മീഡിയക്കാരും ജനങ്ങളും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. സത്യസന്ധമായിട്ട് വരുന്നവരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നേരിട്ടവർക്ക് കൂടെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഇങ്ങനെ നുണ പറഞ്ഞു വരുന്നവരെ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് മീഡിയക്കാരോടാണ് പറയാനുള്ളത്. ഇങ്ങനെ ഈ കള്ളക്കഥ പറഞ്ഞു വരുന്ന സ്ത്രീകളെ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ നടന്റെ പേരുൾപ്പെടെ അവർക്കുണ്ടായ അനുഭവം അവർ തുറന്നു പറയണം. പക്ഷെ അത് അവർ തയ്യാറാകുന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ പറയുന്നത് സത്യമാണോ എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് 2013 നടന്നതാണ്. എന്നിട്ട് ഇവർ എല്ലാ കഥകളും ഇവർ പറയുന്നുണ്ട്, പക്ഷെ അവർ നടന്റെ പേര് പറയുന്നില്ല. എന്നിട്ട് ഇപ്പൊ അവർ പറയുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന്. അവരുടെ ആ ഒരു പറച്ചിൽ തന്നെ നമുക്കറിയാം ഇതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന്. അപ്പൊ ദയവ് ചെയ്ത് ഈ അവസരങ്ങൾ നോക്കി ആളാവാൻ വരുന്ന അല്ലെങ്കിൽ വൈറലാകാൻ വരുന്ന ആൾക്കാരെ ദയവ് ചെയ്ത് മീഡിയക്കാർ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവരുടെ ഈ ഒരു നിലപാടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.